പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പം ഇത് നമ്മൾ ചെറിയ ക്ലാസ്സോട്ട് പഠിക്കുന്നതാണ്. പക്ഷെങ്കിൽ ഗ്രാമർ, അതായത് ഇംഗ്ലീഷിന്റെ ബേസ് എന്ന് പറയുന്നത് സബ്ജക്റ്റും വെർബും എഗ്രി ചെയ്ത് പോയാൽ മാത്രമേ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാവൂ എന്നുള്ളതാണ് ഇംഗ്ലീഷിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കിടന്ന് ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്തോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചു. പിന്നെ നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എവിടെയാണ്? നമ്മുടെ കമന്റ്സിൽ. ഓക്കെ, അപ്പൊ നമുക്ക് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എങ്ങനെയാണെന്ന് വളരെ വേഗം ഒന്ന് കാണാം. അപ്പോഴേ ഞാൻ 2 ദിവസമായിട്ട് കുറച്ച് നോട്ട്സ് മാത്രമായിട്ടാണ് വീഡിയോ ഇട്ടിരുന്നത്. ചെറിയ പനിയും ജലദോഷവും ഒക്കെ ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ ഇന്ന് ഏതായാലും ഇച്ചിരി ഓക്കെ ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് വെച്ചത്. അപ്പം നമുക്കിന്ന് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എങ്ങനെയാണെന്ന് വളരെ വേഗം കാണാം. അപ്പം നമുക്ക് സബ്ജക്ട് വെർബ് എഗ്രിമെന്റിന്റെ ആദ്യത്തെ റൂള് നമുക്കൊന്ന് കാണാം. അപ്പം ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ് വേണം, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബ് വേണം എന്നുള്ളതാണ് ആദ്യത്തെ റൂള്. അപ്പൊ എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന് പ്ലൂറൽ വെർബും. ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ? അപ്പൊ ഞാൻ അതിന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് കൂടെ ഈ ഒരു ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് എക്സാമ്പിൾസ് കാണാം. ഓക്കെ, ആദ്യത്തെ സെന്റൻസ് എന്താണ്? I am in a school. ഓക്കെ, ഇപ്പൊ ഇതിന്റെ അകത്ത് സബ്ജക്ട് എന്ന് പറയുന്നത് ഏതാണ്? I ആണ് ഇവിടുത്തെ സബ്ജക്ട് എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് വെർബ് എന്ന് പറയുന്നത് ഈ am ആണ്. ഓക്കെ, am is a verb in the sentence. ഓക്കെ, അപ്പൊ സബ്ജക്ട് ഇവിടെ എന്താണ്? I എന്ന് പറയുമ്പോൾ എന്താണ്? ഐയുടെ കൂടെ നമ്മൾ എപ്പോഴും am ആണ് യൂസ് ചെയ്യുന്നത്. I always goes with am. ഓക്കെ, അല്ലെങ്കിൽ ഐയുടെ കൂടെ ഈസ് നമ്മൾ യൂസ് ചെയ്തല്ലോ, ഐ വാസ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ പ്രസന്റ് ടെൻസിൽ നമുക്ക് ഐയുടെ കൂടെ ആം ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ സബ്ജക്റ്റും വെർബും കൂടെ എഗ്രി ആയിട്ട് പോകുന്നുണ്ട്. ഇവിടെ സിംഗുലർ ആണ് വരുന്നത്. പക്ഷെ അതിന്റെ ഇത് നോക്കട്ടെ, കാരണം ഹീയുടെ കൂടോ ഷീയുടെ കൂടോ അല്ലെങ്കിൽ ദേയുടെ കൂടോ ദേസിന്റെ കൂടോ ദീസിന്റെ കൂടോ ഇതിന്റെ കൂടെ ഒന്നും യൂസ് ചെയ്യുന്ന ഇതല്ല ആം എന്ന് പറയുന്നത്. ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത നോക്കാം. ഇവിടെ സബ്ജക്ട് എന്ന് പറയുന്നത് ദേ ആണ്. ദേ എന്ന് പറയുന്ന സിംഗിൾ സബ്ജക്ട്, അത് പ്ലൂറൽ ആണ് അല്ലെ? ഈ ദേ എന്ന് പറയുന്ന സബ്ജക്ട് പ്ലൂറൽ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അവിടുത്തെ വെർബ് ഏതാണ് വരുന്നത്? ഈ വെർബ് എന്ന് പറയുന്നതും പ്ലൂറൽ ആണ് അല്ലെ? ആർ എന്ന് പറയുന്നത് പ്ലൂറൽ വെർബാണ്. അപ്പൊ ദേ ആർ ഇൻ എ സ്കൂൾ. അപ്പൊ നമ്മൾ എന്താണ് നോക്കേണ്ടത്? നമ്മുടെ തന്നിരിക്കുന്ന സെന്റൻസിന്റെ അകത്ത് മെയിൻ വെർബായിട്ട് ഒരു എന്തെങ്കിലും ആക്ഷൻ വേർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ബി ഫോംസ്, ഇതിനൊക്കെ പറയുന്നത് ആം, ആർ, ഈസ് എന്നൊക്കെ ഉള്ള വാസ്, വേർ എന്നൊക്കെ പറയുന്നത് എന്താണ് പറയുന്നത്? ബി ഫോംസ് ആണെന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ ഈ ബി ഫോംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വെർബായിട്ട്. എങ്ങനെയുള്ള കേസുകളിൽ വെർബായിട്ട്, അപ്പൊ ഒരു ആക്ഷൻ വേർഡായ ഒരു പ്ലേ, സ്വിം, ഡാൻസ് എന്നൊക്കെ പറയത്തില്ലേ? അങ്ങനെയുള്ള ആക്ഷൻ വേർഡുകൾ ഇല്ലാത്ത ഒരു സെന്റൻസ് ആണെങ്കിൽ അവിടെ ഇങ്ങനെയുള്ള വാക്കുകളുണ്ടോ, ഈസ്, ആം, ആർ, ഹാവ്, ഹാസ് എന്നൊക്കെ പറയുന്ന വാക്കുകളുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ വെർബായിട്ട് എടുക്കേണ്ടത്. അപ്പൊ ആ വാക്കുകൾ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് യോജിച്ച് പോകണം. ഓക്കെ, അപ്പൊ അതെ. ഇനി അടുത്തൊരു ഇക്കണോമിക്സ്. സാധാരണ നമ്മൾ പറയുമല്ലോ, ഒരു സബ്ജക്റ്റിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു നൗണിന്റെ കൂടെ നമ്മൾ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ നൗണ് പ്ലൂറൽ ആവുന്നത് അല്ലെ? ഇവിടെ നമുക്കൊരു എസ് ആണ് എൻഡ് ചെയ്യുന്ന അക്ഷരം. പക്ഷെങ്കിൽ ഈ വാക്ക് എസ്സിൽ എൻഡ് ചെയ്യുന്നു എന്ന് വെച്ചുകൊണ്ട് മാത്രം ഈ സബ്ജക്ട്, ഇതാണല്ലോ ഇവിടുത്തെ സബ്ജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, എക്കണോമിക്സ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. അപ്പൊ ഈ സബ്ജക്റ്റ് നമുക്ക് പ്ലൂറൽ ആണെന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം എന്താണ്? ഇതൊരു ഒരു ടോപ്പിക്കിന്റെ പേരാണ്, ഒരു സബ്ജക്റ്റിന്റെ പേരാണ്. എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താ? ധനതത്വശാസ്ത്രത്തിന്റെ അതിന്റെ ഇംഗ്ലീഷാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ആ വാക്കിന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്, അതിന്റെ പ്ലൂറൽ അല്ല.
അതുകൊണ്ട് എന്താണ് അവിടെ നമുക്ക് സിംഗുലർ ആയിട്ടുള്ള വെർബ് തന്നെ യൂസ് ചെയ്യണം. എന്ത് യൂസ് ചെയ്യണം? സിംഗുലർ ആയിട്ടുള്ള വെർബ്. ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ട ഈ കേസുകളെല്ലാം തന്നെ പ്രസന്റ് ടെൻസിലുള്ള ടെൻസ് ആണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണ്. ഇവിടെ നമ്മളൊരു ആളുടെ പേര് പറഞ്ഞിരിക്കുന്നു, കീർത്തി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പേരാണ്. ആരെങ്കിലും ആയിക്കോട്ടെ, നമുക്കറിയത്തില്ല ആരാന്ന്. എന്നാലും നമ്മളൊരു കുട്ടിയുടെ പേരെടുത്ത് കീർത്തി. കീർത്തിയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പൊ സബ്ജക്റ്റ് എന്ന് പറഞ്ഞത് ഞാൻ കുറെ നേരമായിട്ട് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണോ ഒരു കാര്യം ചെയ്യുന്നത്, ദ പേഴ്സൺ ഹു ഡസ് ആൻ ആക്ഷൻ, ഒരു കാര്യം ചെയ്യുന്ന ആള്, ആ ആളായിരിക്കും ആ സബ്ജക്റ്റ്, ആ സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? The person or the thing which receives the action. ഇപ്പൊ ഞാനൊരു ബോൾ എടുത്തെറിഞ്ഞു. ഓക്കെ, ഐ കിക്ക്ഡ് എ ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ബോൾ കിക്ക് ചെയ്ത്? ഞാൻ എന്താ ചെയ്തത്? ബോള് എറിഞ്ഞു. അപ്പൊ ഞാൻ ചെയ്ത പ്രവൃത്തി എന്താ? എറിയുക. എന്താണ് എറിഞ്ഞത്? ബോള്. ആ എന്താണെന്നുള്ളതിന് ഉള്ള ഉത്തരം കിട്ടുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് ഞാൻ ചെയ്ത കൊണ്ടുള്ള പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് ഗുണം കിട്ടുന്നത്, ആ ആര് എന്നുള്ള ഒരു വാക്കിനുള്ള ഉത്തരം കിട്ടുന്നത്, ആരാണ് ചെയ്യുന്നത്? ആര് ചെയ്തു? സബ്ജക്റ്റ് ചെയ്തു. ആർക്കാ കിട്ടിയത്? ഓബ്ജക്റ്റിന് കിട്ടിയത്. എന്താ ചെയ്തത്? വെർബ്. ഓക്കെ, അപ്പൊ ആ കാര്യം പിടിയിട്ടില്ലേ? ഇനി അടുത്ത എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? കീർത്തി എന്ന് പറയുന്നത് എത്ര പേരുണ്ട്? ഒരാള്. ഓക്കെ, ഒരാള്. അവിടെ നമുക്ക് നമ്മുടെ പറഞ്ഞ റൂൾ എന്താണ്? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ അല്ലേ? ഇവിടെ വെർബ് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ? ഇവിടെ കണ്ടോ, പ്ലേസ്, യെസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഏത് കാറ്റഗറി വരും? ഇത് സിംഗുലർ ആണ്. വെർബ് ഈസ് സിംഗുലർ. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കേണ്ട കാര്യമാണ്. നമ്മള് ഒരു മെയിൻ വെർബിന്റെ കൂട്ടത്തില് യെസ്സോ ഇയെസ്സോ ആഡ് ചെയ്താല് അത് എന്താവും? സിംഗുലർ ആവും. ഓക്കെ, അതായത് സബ്ജക്റ്റിനെ പ്ലൂറൽ ആക്കുന്ന എങ്ങനെ? നമ്മൾ എസ്സോ ഇയെസ്സോ കൊടുക്കും അല്ലെ? പക്ഷേ നമ്മള് സബ്ജക്റ്റിനെ പ്ലൂറൽ ആക്കുന്നത് പറഞ്ഞാൽ തെറ്റുമല്ലോ അല്ലെ? സബ്ജക്റ്റിനെ പ്ലൂറൽ ആക്കുമ്പോൾ നമ്മൾ യെസ്സോ ഇയെസ്സോ നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇടും. പക്ഷെ ഇത് സബ്ജക്റ്റിനെ സിംഗുലർ ആക്കുമ്പോൾ എന്ത് ചെയ്യണം? വെർബിന്റെ സബ്ജക്റ്റിന്റെ അകത്തുനിന്ന് യെസ്സോ ഇയെസ്സോ മാറ്റണം. പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ വെർബിൽ നടക്കുന്നത്. അതായത് വെർബിനെ സിംഗുലർ ആക്കുമ്പോൾ നമ്മൾ യെസ് അല്ലെങ്കിൽ ഇയെസ് ആഡ് ചെയ്യണം. വെർബിനെ സിംഗുലർ ആക്കുമ്പോൾ എന്ത് ചെയ്യും? യെസ് ഇയെസ് ഒന്നും ഇല്ല, എടുത്ത് കളയും. അപ്പം ഇവിടെ കണ്ട ദേ എന്ന് പറയുന്നതല്ലേ നമ്മുടെ ഇവിടുത്തെ സബ്ജക്റ്റ്. ഓക്കെ, ദേ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ് അല്ലേ? പ്ലൂറൽ ആണ് അവിടുത്തെ സബ്ജക്റ്റ്. അപ്പൊ നമ്മളിവിടെ എങ്ങനെയാ പ്ലൂറൽ ആക്കിയ വെർബിനെ? യെസും ഇല്ല ഇയെസും ഇല്ല. അപ്പൊ അവിടെ ഇത് വെർബ് ഈസ് പ്ലൂറൽ. മനസ്സിലായോ? കാര്യം പിടിയിട്ടില്ലേ? നമ്മുടെ ബി ഫോംസ് ആ യൂസ് ചെയ്യുന്നതെങ്കിൽ ഐ ആണെങ്കിൽ നമുക്ക് ആ യൂസ് ചെയ്യാം. എന്താണ് നമുക്ക് വേറെ, അല്ലെങ്കിൽ നമ്മുടെ ടെൻസ് നോക്കിയിട്ട് ഐ വാസ് എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അത് ഓക്കെ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാല് നമ്മളുടെ ഏതാ? ഇത് പ്ലൂറൽ സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം. ഇത് പ്ലൂറൽ സിംഗുലർ, ഇവിടെ സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് ഇവിടെ പ്ലൂറൽ ആയിട്ട് വന്നു, പ്രസന്റില് പ്ലൂറൽ ആയിട്ട് വന്നു. ഇത് സബ്ജക്റ്റ് സിംഗുലർ ആണ്. ഇവിടെ എസ് ഉണ്ടെന്നുള്ള ഒറ്റ ഇതുകൊണ്ട് മാത്രം നമ്മൾ ഇതിന് പ്ലൂറൽ ആണെന്ന് പറയില്ല. പക്ഷെ ഇത് സിംഗുലർ ആണ്. അതുകൊണ്ട് എന്താ പറ്റി? ഇവിടെ വെർബ് സിംഗുലർ ആയി. ഇനി അടുത്ത് കീർത്തി എന്ന് പറയുന്ന ഒരാളെ ഉള്ളൂ, അതുകൊണ്ട് അവിടെ സിംഗുലർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. അപ്പൊ വെർബ് സിംഗുലർ ആക്കുന്നത് എങ്ങനെയാണ്? യെസ് കൊടുക്കുക അല്ലെങ്കിൽ ഇഎസ് കൊടുക്കുക. സ്പെല്ലിംഗ് നോക്കിയിട്ട് യെസ് ആണോ ഇഎസ് ആണോ വെച്ചിട്ട് അത് നമ്മൾ കൊടുക്കുക. അപ്പൊ ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ എന്താക്കി? നമ്മുടെ വെർബും പ്ലൂറൽ ആക്കി. അപ്പൊ എന്താണ്? പ്ലേ എന്നുള്ളത് മാത്രം ഇട്ടാൽ മതി. അവിടെ പ്ലേസ് എന്ന് വേണ്ട. പ്ലേസ് ആയി കഴിഞ്ഞാൽ അത് സിംഗുലർ വെർബായി പോകും. അപ്പൊ പ്ലേ ആണ് പ്ലൂറൽ വെർബ്. അപ്പൊ നമുക്ക് അടുത്ത ഒരു 2-3 എക്സെപ്ഷൻ കേസും കൂടെ നോക്കാം. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടെ കാണാം. ഓക്കെ, അപ്പം അടുത്തെന്ന് പറഞ്ഞാല്
നീതർ നോർ ചേർത്തിട്ട് നമ്മളൊരു സെന്റൻസ് എഴുതുവാണെങ്കിൽ എങ്ങനെ നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് രണ്ട് സബ്ജക്റ്റ് കാണുമല്ലോ. അപ്പൊ എങ്ങനെ നമ്മൾ വെർബ് തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നീതർ ദേ നോർ ദെയർ സിസ്റ്റർ വാസ് ദെയർ. ഇപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ എന്താ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാല്, ഓക്കെ, നീതർ നോറിന്റെ സെന്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ എന്താണ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാല്, നമുക്ക് ഉപയോഗിക്കേണ്ട വെർബിന്റെ അടുത്ത് കിടക്കുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കുക. ഓക്കെ, ഇവനാണ് നമ്മുടെ അടുത്ത്, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ വെർബ് അല്ലെ. വെർബിന്റെ അടുത്ത് കിടക്കുന്ന സബ്ജക്റ്റ് ഏതാണ്? ഇത് സിസ്റ്റർ. അപ്പൊ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ സിംഗുലർ അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം നമുക്ക്? ഇവിടെ നമ്മള് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മള് അതിനനുസരിച്ചുള്ള സിംഗുലർ ആയിട്ടുള്ള വെർബ് നമ്മൾ തിരഞ്ഞെടുക്കണം. മനസ്സിലായോ? സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോ സിംഗുലർ വെർബ് നമ്മൾ തിരഞ്ഞെടുക്കണം. ഇവിടുത്തെ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതായത് നേരത്തെ ആദ്യം നമ്മൾ ഈ സെന്റൻസിൽ എത്ര സബ്ജക്റ്റ് ഉണ്ടോ, അത് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ, ഇതൊന്നും നമ്മൾ ചെക്ക് ചെയ്യണ്ട. അവസാനം വരുന്ന സബ്ജക്റ്റ്, അതായത് നമ്മുടെ വെർബിന്റെ അടുത്ത് കിടക്കുന്ന സബ്ജക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ വെർബ് എഴുതേണ്ട ഒരു സ്ഥലം വരുമല്ലോ. അപ്പൊ അവിടുത്തെ സബ്ജക്റ്റ് എന്താണെന്ന് നോക്കുക. അവൻ സിംഗുലർ ആണെങ്കിൽ നമ്മുടെ വെർബും സിംഗുലർ ആയിരിക്കും, പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ അടുത്തെന്ന് പറയുന്നത്, ഹി ഓർ ഹിസ് ഫ്രണ്ട്സ് ആർ ടു ബി ബ്ലെയിംഡ്. ഓക്കെ, ഇവിടെ എന്താണ് കേസ് വരുന്നത്? ഹി എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ് അല്ലെ, സിംഗുലർ സബ്ജക്റ്റ്. പക്ഷെങ്കിൽ ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നതോ അവന്റെ കൂട്ടുകാരന്മാർ അല്ലെ കൂട്ടുകാരൻ. ഓക്കെ, അത് പ്ലൂറൽ സബ്ജക്റ്റിലാണ് വരുന്നത്, പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് എന്താണ് പ്ലൂറൽ സബ്ജക്റ്റ് വന്നതുകൊണ്ട് ഇവിടെ നമുക്ക് പ്ലൂറൽ വെർബ് യൂസ് ചെയ്യേണ്ടി വന്നു. മനസ്സിലായോ? ഒരു സെന്റൻസിന്റെ അകത്ത് ഒത്തിരി സബ്ജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൺഫ്യൂസ്ഡ് ആവല്ലേ, ടെൻഷൻ അടിക്കണ്ട, അതൊന്നും പ്രശ്നമില്ല. നമ്മൾ നോക്കേണ്ടത് എന്താണ്? നീതർ നോർ ആണെങ്കിലോ അല്ലെങ്കിൽ ഓർ ഇട്ടിട്ടുള്ള സെന്റൻസ് ആണെങ്കിൽ അവിടുത്തെ രണ്ടാമത്തെ സബ്ജക്റ്റ് എത്രയാണോ വരുന്നത്, അതായത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് മാത്രം നോക്കുക. അതനുസരിച്ചിട്ട് നമ്മൾ വളരെ ഈസി ആയിട്ടങ്ങ് ചെയ്തു പോയച്ചാൽ മതിയാവും. അപ്പൊ അടുത്ത വേറൊരു കാര്യമുണ്ട്. നമ്മൾ സാധാരണ റൂള് പഠിക്കുന്നത് എങ്ങനെയാണ്? ഒരു നൗണിനെ പ്ലൂറൽ ആക്കുന്നത് എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യുമ്പോൾ നമുക്കത് പ്ലൂറലായി കിട്ടുമെന്നല്ലേ പറയുന്നത്. പക്ഷെങ്കിൽ ചില വാക്കുകളുണ്ട്, അവര് എസ്സും ഇല്ല ഇഎസും ഇല്ല, പക്ഷെ പ്ലൂറലാണ്. അങ്ങനത്തെ കുറെ വിദ്വാന്മാരുണ്ട്. അപ്പൊ അത് നമുക്ക് കെയർഫുൾ ആയിരിക്കണം. ഇപ്പൊ സാധാരണ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതാണ് പീപ്പിൾസ് എന്ന് പറയുന്നത്. പീപ്പിൾസ് എന്ന് പറയുന്നൊരു വാക്കേ ഇല്ല. ഇനിയിപ്പോ നമ്മൾ പുതിയതായിട്ട് ഡിക്ഷണറിയിലും എല്ലാം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കണം പീപ്പിൾസ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? പീപ്പിൾ, ജനം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, മലയാളത്തില് ജനം എന്ന് പറഞ്ഞാൽ തന്നെ ഒരാളാണോ? അല്ല, ഇറ്റ്സ് എ ഗ്രൂപ്പ് അല്ലേ. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മുടെ ഇംഗ്ലീഷിലും പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പ്ലൂറൽ സബ്ജക്റ്റ്, പ്ലൂറൽ നൗൺ ആണ്. ഓക്കെ, അപ്പൊ പീപ്പിൾ വന്നാൽ എന്താകും? അവിടെ നമുക്ക് പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം. ഓക്കെ, സെറ്റായില്ലേ? അതേപോലെ വേറൊന്നാണ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അതായത് ചൈൽഡിന്റെ പ്ലൂറൽ. ചിൽഡ്രൻസ് എന്ന് പറയുന്ന വാക്കില്ല. ഇനി നമ്മളായിട്ട് പുതിയതായിട്ട് ഇപ്പൊ ഇനി ഉണ്ടാക്കാൻ ഇപ്പൊ ഏതായാലും ശ്രമിക്കണമെന്നില്ല. കാരണം ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ ഓൾറെഡി. ഓക്കെ, അപ്പൊ ചിൽഡ്രൻ എന്ന് പറയുന്നത് എന്താണ്? ചൈൽഡിന്റെ പ്ലൂറൽ ആണ്. ഓക്കെ, അപ്പൊ അത് കണ്ടാല് നമ്മൾ ഓർക്കണം, ഇവിടെ എസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നമ്മള് കുറച്ച് കാണണ്ട, അല്ലെങ്കിൽ അത് പ്ലൂറൽ ആണെന്ന് വിചാരിക്കാതിരിക്കണ്ട, അത് പ്ലൂറൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ അവർക്ക് എന്താണ് നമ്മള് പ്ലൂറൽ ആയിട്ടുള്ള വെർബും കൊടുക്കുക. പിന്നെ അതുപോലെ കുറെ അധികം വാക്കുകളുണ്ട് ഇംഗ്ലീഷില്, കണ്ടാല് സിംഗുലർ ആണെന്ന് തോന്നും, പക്ഷെങ്കില് പ്ലൂറൽ ആണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ വാക്കുകളുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. നമ്മളെ വളരെയധികം കൺഫ്യൂസ് ചെയ്യാനായിട്ട് ഉള്ള കുറെ വാക്കുകളുണ്ട് ഇംഗ്ലീഷിൽ. അങ്ങനെയുള്ള കുറെ വാക്കുകളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നത് വരേക്കും നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അത് ഇനേബിൾ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം എന്താണ്, നമ്മളിടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ചാനൽ
ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ പറയുന്നത്. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അടുത്ത തന്നെ കാണുന്ന ബട്ടൺ അടിച്ചോ, ധൈര്യമായിട്ട്, ഒരു പ്രശ്നമില്ല. അപ്പം പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നമ്മുടെ കമന്റ്സിൽ തന്നെ വരിക. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. ബൈ.